ും വളരെ ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ്. മഴ തുടങ്ങുമ്പോൾ തന്നെ വലിയൊരു ദുരന്തം വയനാട്ടിൽ സംഭവിക്കുന്നു എന്നത്. തുരങ്കപാതയുടെ നിർമ്മാണം നടക്കുന്ന മീനാക്ഷി പാലത്തിന് സമീപമാണ് മണ്ണിടിച്ചിൽ ഉണ്ടായത്. അത് ഈ പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എടുത്ത മണ്ണ് നീക്കാതെ കൂന കൂട്ടിയിട്ടിരുന്നതാണ് ഇത്ര വലിയൊരു അപകടത്തിലേക്ക് നയിച്ചത് എന്നതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. കനത്ത മഴ കാരണം ഇന്നലെ നിർമ്മാണ ജോലികൾ നിർത്തിവെച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ പ്രദേശത്ത് കൂടുതൽ പേർ ഉണ്ടാകാനുള്ള സാധ്യത തള്ളുകയാണ്. ഇപ്പോൾ എങ്കിൽ പോലും പണി നിർത്തിവെച്ചു എങ്കിൽ പോലും അവിടെ ഉണ്ടായിരുന്നവരാണ് ഇപ്പോൾ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് എന്നതാണ് മനസ്സിലാക്കുന്നത്. അവർ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നു, 7 പേരോളം എന്നതാണ് മനസ്സിലാകുന്നത്. വാഹനങ്ങളും മണ്ണിനടിയിൽ കുടുങ്ങിയിട്ടുണ്ട്. അഗ്നിരക്ഷാസേനയുടെ നേതൃത്വത്തിലാണ് അടിയന്തര രക്ഷാ പ്രവർത്തനങ്ങൾ തുടങ്ങിയത്. ഇപ്പോൾ കൂടുതൽ സംവിധാനങ്ങളും സജ്ജീകരണങ്ങളും അവിടെ എത്തിക്കുകയാണ്. പ്രദേശത്തുണ്ടായിരുന്ന മണ്ണുമാന്തി യന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിലും അവിടെ നടന്നു വരുന്നുണ്ട്. കൂടുതൽ സംവിധാനങ്ങൾ അവിടേക്ക് എത്തിക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകി കഴിഞ്ഞിട്ടുണ്ട്. അത് അവിടെ എത്തിക്കുക എന്ന ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. തിങ്കളാഴ്ച മുതൽ ഈ മേഖലയിൽ കനത്ത മഴ തന്നെ അനുഭവപ്പെട്ടിരുന്നു. 225 സെന്റിമീറ്റർ മഴ ലഭിച്ചു എന്നതാണ് മുഖ്യമന്ത്രി സൂചിപ്പിക്കുന്നത്. പക്ഷേ യെല്ലോ അലർട്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്നതെന്ന് പറയുന്നു. അതിൽ അധികമായിട്ടുള്ള അതിതീവ്ര മഴ തന്നെ അവിടെ പെയ്തിട്ടുണ്ട് എന്ന കാര്യമാണ് പറയുന്നത്. എന്നാൽ മുന്നറിയിപ്പുകളിൽ പാളിച്ച സംഭവിച്ചിട്ടില്ല എന്ന കാര്യം കൂടി മുഖ്യമന്ത്രി സൂചിപ്പിക്കുന്നു. മഴ അധികമായി പെയ്തതല്ല, അതിതീവ്ര മഴയല്ല ഈ അപകടത്തിലേക്ക് നയിച്ചിരിക്കുന്നത്. മറിച്ച് സർക്കാർ നിർദ്ദേശം അവഗണിച്ച് ഈ മണ്ണ് മാറ്റാതെ അവിടെ തുടർന്നതാണ് ഈ അപകടത്തിലേക്ക് നയിച്ചിരിക്കുന്നത് എന്നതാണ് മുഖ്യമന്ത്രി സൂചിപ്പിച്ചിരിക്കുന്നത്. നിർമ്മാണ മേഖലയിൽ ഉൾപ്പെടെ അതീവ ജാഗ്രത പ്രഖ്യാപിച്ചിരുന്നു. അത് നേരത്തെ തന്നെ ഈ സാഹചര്യങ്ങൾ മുൻകൂട്ടി കണ്ട് പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ ആ നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടാത്തതാണ് ഈ അപകടത്തിലേക്ക് നയിച്ചത് എന്നതാണ് സർക്കാർ ചൂണ്ടിക്കാട്ടുന്നത്. നേരത്തെ മന്ത്രി ടി സിദ്ദീഖും സമാനമായ കാര്യങ്ങൾ തന്നെയാണ് സൂചിപ്പിച്ചത്. ഇപ്പോൾ നമുക്കൊപ്പം ജയരാജ് ബത്തേരി ചേരുകയാണ്. ജയരാജ്, രക്ഷാപ്രവർത്തനം എങ്ങനെ പുരോഗമിക്കുന്നു? ഇടയ്ക്ക് മഴ അല്പം മാറി നിന്നിരുന്നു. ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? റെഡ് അലർട്ട് തന്നെയാണ് അവിടെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. മഴ കനത്ത് പെയ്താൽ രക്ഷാപ്രവർത്തനത്തെ ആകെ അത് ബാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഇപ്പോൾ എന്താണ് സാഹചര്യം? രേണുക, ഇപ്പൊ മഴ അല്പ ശമനമുണ്ട്. മഴയ്ക്ക് വലിയ രീതിയിൽ തന്നെ രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോ സംഭവ സ്ഥലത്താണുള്ളത്. പക്ഷെ നമുക്കിവിടെ റേഞ്ചിന്റെ ഒക്കെ ചെറിയൊരു പ്രോബ്ലം ഉണ്ടെങ്കിലും ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് വലിയ രീതിയിലുള്ള രക്ഷാപ്രവർത്തനം തന്നെയാണ് നടക്കുന്നത്. ഇനിയും അതിനുള്ളിൽ ആളുകളുണ്ടോ എന്നുള്ള ഒരു സംശയമാണുള്ളത്. ഏതാണ്ട് 8 പേർ ഇപ്പോൾ ആശുപത്രിയിലുണ്ട്. അതുപോലെ തന്നെ 3 പേര് മരണപ്പെട്ടിട്ടുമുണ്ട്. ഇനിയും കൂടുതൽ ആളുകളുണ്ടോ എന്നുള്ള ഒരു സംശയമുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ സമീപ പ്രദേശങ്ങളിലുള്ള ആളുകളെയൊക്കെ ഒരു മരണം സ്ഥിരീകരിച്ചു എന്നതാണ് മുഖ്യമന്ത്രി സൂചിപ്പിച്ചത്. ഇത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചതാണോ 3 മരണം? ഇവിടെ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ള ഒരു ഇത് വെച്ച് 3 മരണമാണ് പറയുന്നത്. 1 മരണമായിരുന്നു ആദ്യം സ്ഥിരീകരിച്ചതെന്ന് പറഞ്ഞത്. പക്ഷെ ഇപ്പൊ നമുക്ക് അറിയാൻ കഴിയുന്നത് 3 എന്നുള്ളത് തന്നെയാണ് നമുക്കറിയാൻ കഴിയുന്നത്. 3 എന്നുള്ളതാണ് ഇപ്പൊ നമുക്ക് അറിയാൻ കഴിയുന്നത്. അത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല എങ്കിൽ പോലും 1 മരണമാണ് ആദ്യം സ്ഥിരീകരിച്ചത്. 8ഓളം പേര് ആശുപത്രിയിൽ ഉണ്ടെന്നും അറിയുന്നു. 3 പേരുടെ മരണമാണ് ഇവിടെ പ്രാദേശിക തലത്തിൽ പറയുന്നത്. അത് കൂടുതൽ നമ്മൾ വ്യക്തമാക്കേണ്ടതുണ്ട്. എന്തായാലും വലിയ അല്ലെങ്കിൽ ഈ വഴിക്കുള്ള ഒരു ഗതാഗതം തന്നെ തടസ്സപ്പെട്ടിരിക്കുകയാണ്. നമുക്ക് എടുത്തു പറയേണ്ടത്, നമുക്കറിയാം കഴിഞ്ഞ വർഷം അതായത് കഴിഞ്ഞ 1.5 വർഷം മുമ്പ് ഉരുൾപൊട്ടലുണ്ടായ ഒരു വെള്ളാർമല സ്കൂൾ എന്ന് പറയുന്ന ഒരു സ്കൂൾ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെയുള്ള കുട്ടികൾ മേപ്പാടി ഭാഗത്താണ് പഠിക്കുന്നത്. പക്ഷെ അവർക്ക് ഇവിടെയുള്ള കുറെ കുട്ടികളുണ്ട്. അവരൊക്കെ ഇപ്പോൾ അവിടെ കുടുങ്ങിയിരിക്കുകയാണ്. അവരൊന്നും ഇങ്ങോട്ട് എത്തിപ്പെടാൻ അല്ലെങ്കിൽ വാഹന സൗകര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ മാതാപിതാക്കളൊക്കെ അല്ലെങ്കിൽ ആ ബസ്സിന് വരാൻ പറ്റാത്തതുകൊണ്ട് തന്നെ വലിയൊരു വിഷമത്തിലാണുള്ളത്. എന്തായാലും ഇപ്പോഴും ഇവിടെ നമ്മൾ ഒരു 1.5 വർഷം മുമ്പുള്ള ഒരു കാര്യം തന്നെയാണ് ഇവിടെ ആവർത്തിക്കുന്നത്. കാരണം വലിയ രീതിയിലുള്ള ഒരു വിഷമസന്ധിയിലാണ് ഇപ്പോൾ ഒരു ഭാഗത്തുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു 3 മരണം എന്നുള്ളത് ഇവിടെ പറയുന്നത് 3 മരണമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പക്ഷെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചാൽ മാത്രമേ നമുക്ക് ഉറപ്പിക്കാൻ കഴിയുള്ളൂ. 1 മരണം തീർത്തുമുണ്ട്. ഇവിടെ നമുക്ക് കിട്ടിയ ഒരു വിവരമാണ് നമ്മൾ മുന്നേ സൂചിപ്പിച്ചത്. എന്തായാലും രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് രേണുക. ശരി, ജയരാജ് ബത്തേരിയാണ് അവിടെ നിന്നും വിവരങ്ങൾ നൽകുന്നത്. മഴ അല്പം വിട്ടു നിൽക്കുന്നത് ആശ്വാസകരമാണ്. രക്ഷാപ്രവർത്തനം ഊർജിതമായി നടക്കുന്നു എന്നതാണ് ജയരാജ് സൂചിപ്പിക്കുന്നത്. അവിടെ ശക്തമായ മഴയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്തത്. അതാണ് ഇങ്ങനെ ഒരു ദുരിതത്തിലേക്ക് നയിച്ചിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ചില അനാസ്ഥകളും ഈ ദുരിതത്തിന് കാരണമായി എന്നതാണ് മനസ്സിലാക്കുന്നത്. ഈ തുരങ്കപാതയുടെ നിർമ്മാണം നടക്കുന്നതിന് സമീപമാണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത്. വയനാട് കണ്ണാടിയിൽ തുരങ്കപാതയുടെ പദ്ധതി പ്രദേശത്തിന് സമീപം കൂട്ടിയിട്ടിരുന്ന മണ്ണിടിഞ്ഞാണ് വലിയ അപകടം ഉണ്ടായിരിക്കുന്നത്. തുരങ്കപാതയ്ക്കായി നിർമ്മിച്ച കോൺക്രീറ്റ് ഭിത്തിയും
തകർത്തുകൊണ്ടാണ് ഈ മണ്ണിടിച്ചിൽ സംഭവിച്ചിരിക്കുന്നത്. മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നവരെ സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങളില്ല എങ്കിൽ പോലും ഇപ്പോൾ മുഖ്യമന്ത്രി ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്ഥിരീകരിക്കുന്നത് 7 പേർ കുടുങ്ങിക്കിടക്കുന്നു എന്നതാണ്. രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 7 പേരെ ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന കാര്യം കൂടി സ്ഥിരീകരിക്കുന്നു. രക്ഷാപ്രവർത്തനത്തിനിടെ മേപ്പാടി SIക്ക് പരിക്കേറ്റിരുന്നു. അദ്ദേഹത്തെയും ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. 7 പേർ കുടുങ്ങിക്കിടക്കുന്നു എന്ന വിവരമാണ് വരുന്നത്. അവർക്കായുള്ള തെരച്ചിൽ അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ സംവിധാനങ്ങൾ അവിടേക്ക് എത്തിക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകി കഴിഞ്ഞിരിക്കുന്നു. NDRFന്റെ ഒരു സംഘം കൂടി അവിടേക്ക് എത്തും. ആഭ്യന്തരമന്ത്രി ഇടപെട്ട് കൂടുതൽ രക്ഷാപ്രവർത്തനം ഊർജിതമാക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നു. ഫയർഫോഴ്സ് മേധാവിക്കും ജില്ലാ പോലീസ് മേധാവിക്കും ഒക്കെ അത്തരം നിർദ്ദേശങ്ങൾ നേരത്തെ തന്നെ ആഭ്യന്തര മന്ത്രി നൽകിയിട്ടുണ്ട്. അതനുസരിച്ച് കൂടുതൽ സംവിധാനങ്ങൾ അവിടേക്ക് എത്തുന്ന കാര്യങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട്. മുഖ്യമന്ത്രി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ആസ്ഥാനത്തെത്തിയാണ് കാര്യങ്ങൾ സ്ഥിതിഗതികൾ മനസ്സിലാക്കിയത്. അതിനുശേഷമാണ് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ട് പ്രാഥമികമായ ലഭിച്ച വിവരങ്ങൾ പങ്കുവച്ചത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.